ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പുതുച്ചാടന അനുഭവ പാഠങ്ങളുടെ 34-ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ള സഹോദരങ്ങളെ, കഴിഞ്ഞ സെഷനുകളിൽ ആത്മഹത്യ പോലെയുള്ള ദുർസംഭവങ്ങൾ നടക്കുന്നിടത്ത് ശവം എവിടെയോ കഴുകൻ അവിടെ എന്ന രീതിയിൽ പൈശാചിക അരൂപികൾ ആകർഷിക്കപ്പെട്ട് കടന്നു വരുന്നതും അതിൻ്റെ ഞെരുക്കങ്ങൾ ആ സ്ഥലത്ത് പെരുമാറുന്ന വ്യക്തികൾക്ക് ഉണ്ടാകുന്നതുമായ അനുഭവത്തെക്കുറിച്ച് പങ്കുവെക്കുകയായിരുന്നല്ലോ. അവസാനത്ത് ഞാൻ പറയുകയുണ്ടായി, ഈശോ പറയുന്നു യോഹന്നാൻ 14:30 ഈ ലോകത്തിൻ്റെ പ്രമാണി വരുന്നു, പക്ഷെ അവനതിന് അധികാരമില്ല. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എല്ലാവരും കടന്നു വരണം. കാരണം പ്രസാദപരാവസ്ഥ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ മേൽ പൈശാചിക്ക് സ്വാധീനമില്ല. പാപ അവസ്ഥ ജീവിക്കുന്നവരാണ് പിശാചുക്കൾക്ക് അവകാശം കിട്ടുന്നത്. ലൂക്കാ 10:19 പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു, ഒന്നും ഉപദ്രവിക്കുകയില്ല എന്നുള്ള വചനവാഗ്ദത്ത മനോഹരമാണ്. അത് നമുക്കുണ്ട്. അത് അനുഭവമാകുന്നത് നമ്മൾ പ്രസാദപരാവസ്ഥ ജീവിക്കുമ്പോഴാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് സഭയിലെ വേദപാരംഗതയായ കൊച്ചുത്രേസ്യ പങ്കുവെക്കുന്ന ഒരു ചെറിയ അനുഭവം നിങ്ങൾ കേട്ടിട്ടുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അത് ഈ സെഷന് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കൊച്ചുത്രേസ്യയുടെ ആത്മകഥ നവമാലിക മലയാളത്തിലുണ്ടല്ലോ. അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തായിട്ട് കൊച്ചുത്രേസ്യ തനിക്ക് 4 വയസ്സുള്ള കാലഘട്ടത്തിലുണ്ടായ ഒരു സ്വപ്നം പങ്കുവെക്കുന്നുണ്ട്. ആ സ്വപ്നം കൊച്ചുത്രേസ്യ പറയാണ്, ഈ ആത്മകഥ കൊച്ചുത്രേസ്യ എഴുതുന്നത് 23 വയസ്സായിട്ട് ക്ഷയരോഗം പിടിപെട്ട് മരിക്കാറായി കിടക്കുന്ന അവസ്ഥയിലാണ്. അപ്പോൾ കൊച്ചുത്രേസ്യ പറയാണ്, ഞാൻ മദർ ആവശ്യപ്പെട്ട് ആത്മകഥ എഴുതാൻ എഴുതി വന്നപ്പോൾ കൊച്ചുനാളത്തെ പറ്റി ഓർത്തപ്പം 4 വയസ്സിലുണ്ടായ ഒരു സംഭവം, ഒരു സ്വപ്നം ഇപ്പോഴും ഓർത്തിരിക്കാനായിട്ടും അത് എഴുതാനായിട്ടുള്ള പ്രേരണയും വരുന്നല്ലോ. അപ്പം അതുവഴി എന്തോ ദൈവം അനേകരെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഇത് വലിയൊരു സ്വപ്നമൊന്നും അല്ലെങ്കിൽ ഞാൻ എഴുതുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചുത്രേസ്യ അത് എഴുതുന്നു. സ്വപ്നം ഇങ്ങനെയാണ്. സ്വപ്നത്തിൽ കൊച്ചുത്രേസ്യ കാണുകയാണ്, 4 വയസ്സിലെ കൊച്ചാണ്. അവളിങ്ങനെ വീട്ടിന് പുറത്തേക്ക് ഇറങ്ങി മുറ്റത്ത് അവിടെ ഇങ്ങനെ പൂന്തോട്ടം പോലെ എന്തോ പാർക്ക് പോലെയൊക്കെയുള്ള സ്ഥലം, പൂന്തോട്ടം മുറ്റത്തിൻ്റെ പരിസരം, അതിൽ നടക്കുമ്പോൾ അവിടെ മരത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ 1-2 വീപ്പകൾ കിടപ്പുണ്ട്. എന്തിൻ്റെയോ വീപ്പ, എന്തോ. ആ വീപ്പയുടെ മുകളിൽ 2 കുട്ടി പിശാചുക്കൾ നിന്നുകൊണ്ട് ഇങ്ങനെ ഭീകരമായ രീതിയിൽ ഇങ്ങനെ നൃത്തം ചെയ്യുകയാണ്. അപ്പോൾ ഈ കുട്ടി പിശാചുക്കളുടെ കാലിൽ ഇങ്ങനെ കൊച്ചുത്രേസ്യ എഴുതിയിരിക്കുന്ന ഇസ്തിരിപ്പെട്ടി പോലെയുള്ള ചെരുപ്പായിട്ടിരുന്ന്, ചുമറ്റ് കട്ടിയുള്ള ചെരുപ്പ് എന്തെങ്കിലുമാണ്. അങ്ങനെ ആ ചെരുപ്പ് വെച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ നൃത്തം ചെയ്ത് 2 ഇങ്ങനെ നൃത്തം ചെയ്ത് ഇപ്പം ഈ വീപ്പയുടെ പുറത്ത്. ഇത് കണ്ട് ഈ 4 വയസ്സുകാരെ കൊച്ചിങ്ങനെ സ്വപ്നത്തിലാണ് നടന്നു ചെല്ലുമ്പോൾ പേടിച്ചിട്ട് പുറകോട്ട് ഓടണോ വേണ്ടെന്നോർത്ത് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ കൊച്ചുത്രേസ്യ പറയുകയാണ്, ഈ പിശാചുക്കൾ എന്നെ കണ്ടിട്ട് പെട്ടെന്ന് അതുങ്ങൾ പേടിച്ചിട്ട് ഈ നൃത്തം നിർത്തിയിട്ട് വീപ്പയുടെ പുറത്ത് ചാടി ഇറങ്ങിയ ഒരു ഒറ്റ ഓട്ടമാണ്. ഇതുങ്ങൾ ഓടി അപ്പുറത്ത് അലക്കാനായിട്ട് ഉപയോഗിക്കുന്നൊരു മുറിയുണ്ട്, അലക്കുമുറി. ആ മുറിയിൽ പോയി കയറി, കതക് തുറന്നു കിടക്കുകയാണ്, മുറിയിൽ പോയി കയറി. എന്നിട്ട് പിന്നെ പുറത്തേക്ക് അനക്കമൊന്നുമില്ല. അപ്പം കൊച്ചുത്രേസ്യ ഇത് കണ്ടപ്പോൾ പേടിച്ചോടാൻ വേണ്ടി ഓങ്ങിയ ആളാണ് കൊച്ച്. പക്ഷെ ഇതുങ്ങളിങ്ങനെ പേടിച്ചോടുന്ന കണ്ടപ്പം കൗതുകമായി നോക്കി നിന്നു. പുറത്തേക്ക് അനക്കമൊന്നുമില്ല മുറിക്ക് പുറത്തേക്ക്. അപ്പോൾ കൊച്ചുത്രേസ്യ ഇതുങ്ങൾ എന്ത് ചെയ്യാമെന്ന് അറിയാൻ വേണ്ടി മുറി അടുത്തേക്ക് ചെല്ലുക. സ്വപ്നത്തിൽ അടുത്തേക്ക് ചെന്നിട്ട് വാതിലിനകത്ത് കയറാൻ പോയില്ല, ഇപ്പുറത്ത് ജനാലയ്ക്കിലൂടെ ചെന്നിട്ട് അകത്തേക്ക് നോക്കി ഇതുങ്ങൾ അവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജനാലയോട് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച, കൊച്ചുത്രേസ്യ അങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് ഓർത്ത് പേടിച്ചിട്ട് ഈ പിശാചുക്കൾ ആ മുറിയുടെ മൂലയ്ക്ക് പമ്മി പേടിച്ച് നിൽക്കുകയാണ്. ഇതാണ് കൊച്ചുത്രേസ്യ കണ്ട സ്വപ്നം. ഇത്ര ഒരു സ്വപ്നമുള്ളൂ. കൊച്ചുത്രേസ്യ പറയാണ്, ഇത് എനിക്ക് ഓർത്തിരിക്കാൻ ഇപ്പം ഇത് എഴുതാനായിട്ട് തോന്നി, അതുപോലെ ദൈവം എന്തോ ഉദ്ദേശിക്കുന്നുണ്ടാവും എന്നിട്ട് കൊച്ചുത്രേസ്യ പറയാണ്, പ്രസാദപരാവസ്ഥയിലുള്ള ഒരു വ്യക്തിയെ പിശാചുക്കൾ എന്തുമാത്രം ഭയപ്പെടുന്നു എന്ന് അതുവഴി എനിക്ക് ബോധ്യമായി. അതൊരു കുഞ്ഞു കൊച്ചാണെങ്കിൽ പോലും പ്രസാദപരാവസ്ഥയിലുള്ള ഒരു വ്യക്തിയെ പിശാചുക്കൾക്ക് ഭയമാണ് എന്നുള്ള അതുവഴി എനിക്ക് ബോധ്യപ്പെടുത്തി തരികയായിരുന്നു ദൈവം. അപ്പോൾ കൊച്ചുത്രേസ്യ പങ്കുവച്ചപ്പോൾ നമുക്കിത് പുസ്തകം വഴി കിട്ടുമ്പോൾ നമുക്കിത് ബോധ്യപ്പെട്ട് കിട്ടുകയാണ്. ഏതാനും സെഷന് മുമ്പ് ഞാൻ മെക്സിക്കോയിൽ ഗാദലൂപ്പെ മാതാവിൻ്റെ കപ്പലിൽ നിന്നൊരു സെഷൻ ചെയ്തിരുന്നു. മാതാവിൻ്റെ സാന്നിധ്യം തിന്മയുടെ സാന്നിധ്യങ്ങൾ ദൂരീകരിക്കുന്നതാണ്. അതിൻ്റെ അടിസ്ഥാന കാരണം പരിശുദ്ധ അമ്മയെ ഗബ്രിയേൽ മാലാഖ സംബോധന ചെയ്യുമ്പോൾ പറയുന്ന കമന്റ് നമുക്കറിയാമല്ലോ, ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ഉണ്ടോ? കൃപ നിറഞ്ഞ വ്യക്തിയാണ് മറിയം. ഏത് പ്രസാദപരാവസ്ഥയിലെ വ്യക്തിയാണ് മറിയം. പ്രസാദപരാവസ്ഥയിലുള്ള വ്യക്തിയിൽ
ദൈവസാന്നിധ്യം ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവും. അത് പ്രത്യേകം എടുത്തു വേണ്ട ആവശ്യമില്ല. വേറെ ബാക്കി പറഞ്ഞ ദൈവസാന്നിധ്യം നിറയുന്നിടത്താണ് പ്രസാദപരാവസ്ഥ നിറയുന്നത്. പ്രസാദപരാവസ്ഥയിലാണ് എന്ന് പറയുന്നത് തന്നെ ദൈവസാന്നിധ്യമുള്ള വ്യക്തിയാണെന്ന് അർത്ഥം. അനോയിൻറ്റിങ്, അഭിഷേകം. ഈ പ്രസാദപരാവസ്ഥ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അവസ്ഥയാണ്, ദൈവസാന്നിധ്യത്തിൻ്റെ അവസ്ഥയാണ്. ഫ്രിഡ്ജിനകത്ത്, നമ്മൾ ഫ്രീസറിനകത്ത് എന്തെങ്കിലും സാധനം വെക്കാനായിട്ട് നോക്കുമ്പോൾ അത് തുറന്നു കഴിയുമ്പോൾ ഫ്രീസറിനകത്തെ അന്തരീക്ഷം ബിലോ 0 ഡിഗ്രി തണുപ്പാണ്. ആ ഫ്രീസറിനകത്ത് അന്തരീക്ഷം അത് ഒട്ടും ചൂടില്ല, തണുപ്പായതുകൊണ്ട് അതിനകത്ത് എന്ത് സാധനം വെച്ചാലും ഇത് ഐസ്ക്രീം ആയിട്ടുള്ള ഐസ് പോലെ ഉറഞ്ഞിരിക്കും. അത് പ്രത്യേകിച്ച് അവിടെ ഒരു സാധനം ഐസ്ക്രീമായിട്ട് വെക്കാൻ, ഐസ്ക്രീം ആക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് കൊണ്ട് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമില്ല. അതിനകത്ത് വെച്ചാൽ മാത്രം മതി. അതിൻ്റെ അന്തരീക്ഷം മുഴുവൻ അങ്ങനെയാണ്, തണുപ്പായതുകൊണ്ട് അവിടെ വെക്കുന്ന ഏത് സാധനവും ഉറഞ്ഞ് തണുത്ത് ഐസ് കട്ട അല്ല ഐസ്ക്രീമായിട്ട് മാറും. എന്ന് പറഞ്ഞാൽ പ്രസാദപരാവസ്ഥയിലുള്ള ഒരു വ്യക്തിയിൽ ദൈവസാന്നിധ്യം പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, എടുക്കേണ്ട ആവശ്യം, വരുത്തേണ്ട ആവശ്യമില്ല. ആ വ്യക്തി ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ ദൈവസാന്നിധ്യം നിറയുമ്പോഴാണ് തിന്മയുടെ അരുവികൾക്ക് ആ വ്യക്തിക്ക് അടുക്കാനായിട്ട് പറ്റാതെ വരുന്നത്. അതിലിപ്പോൾ മാതാവിൻ്റെ സാന്നിധ്യം വഴിയായിട്ട് മെക്സിക്കോ ഭാഗത്ത് എന്തുമാത്രം മാനസാന്തരങ്ങളുണ്ടായി. ഇന്നിട്ട് 90% ആളുകളും ക്രൈസ്തവരാണ്. അവിടെ അത്ര വലിയ മാറ്റം ഉണ്ടാക്കാൻ അമ്മയുടെ സാന്നിധ്യത്തിന് സാധിച്ചു. ആ ഒരു കച്ചേരി, ആ ചിത്രം, ടെൽമ ചിത്രം വഴിയായിട്ട് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ആ ടെൽമയുടെ ടെമ്പറേച്ചർ എപ്പോഴും മനുഷ്യരുടെ ടെമ്പറേച്ചർ പറഞ്ഞ് ഓർമ്മിക്കുന്നുണ്ടല്ലോ. അപ്പം അമ്മയുടെ സാന്നിധ്യം അത്ര മാറ്റം ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? അമ്മയിൽ ദൈവസാന്നിധ്യം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ, വസിക്കുന്ന ഭവനങ്ങളിൽ, പെരുമാറുന്ന വ്യക്തികളുടെ മേഖലകളിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ ഇടവരണമെങ്കിൽ നമ്മൾ പ്രസാദപരാവസ്ഥയിലായിരിക്കണം. അങ്ങനെ ആയിരിക്കുമ്പോൾ നമ്മൾ ദൈവസാന്നിധ്യം നിറഞ്ഞുണ്ടായിരിക്കും. നമ്മിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവസാന്നിധ്യം നമുക്ക് ചുറ്റുമുള്ള തിന്മയുടെ സാന്നിധ്യം എല്ലാം ദൂരീകരിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസ സഹായ സംരക്ഷണവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ എല്ലാ പ്രിയപ്പെട്ടവരോടും പെരുമാറ്റ ജീവിത മേഖലകളും ഭവനങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ.